ഇത് 12 മോഡുലാറിൻ്റെ ഒരു പ്ലേറ്റും സ്വിച്ചും, ഫാൻ ഡിമ്മർ, പിന്നെ സ്വിച്ചുകൾ. അത് ആരോ കാണിച്ചത് സ്വിച്ച് തിരിഞ്ഞ് കിടക്കുക, അതൊരു ഡിഫക്റ്റാണ്. ഇതും 12 മോഡുലാറിൻ്റെ ഒരു പ്ലേറ്റും സ്വിച്ചും ഒക്കെയാണ്. 2 ഡമ്മി ഇടാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളുമൊക്കെ കംപ്ലീറ്റ് വരച്ച് അതെങ്ങനെയാണെന്നുള്ളതാണ്. ഫാൻ ഡിമ്മർ, സോക്കറ്റ് ടൈപ്പ് ഫാൻ ഡിമ്മർ, 2 വയർ അങ്ങനെയാണ്. എന്താ 5 പിൻ സോക്കറ്റ്, അതിൻ്റെ അകത്തൊരു 5 പിൻ സോക്കറ്റ് ഉണ്ട്. അതിലേക്ക് ഫേസ്, അതായത് നോർമൽ ഫേസ്, സ്വിച്ചിന് അടിഭാഗത്തായിട്ട് നോർമൽ ഫേസ്, സർക്യൂട്ടിൻ്റെ ഫേസ്, എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ തുണ്ട് വയർ ഉപയോഗിച്ച് അങ്ങോട്ട് കണക്ഷൻ കൊടുത്ത്, പിന്നെ ഇത് എർത്ത് വയറാണ്. എർത്ത് വയർ എന്ന് വെച്ചാൽ ഗ്രീൻ വയർ. അതിൻ്റെ ഇപ്പുറത്ത് കണക്ഷൻ കൊടുക്കേണ്ടത് ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ, സാധനം ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വയറായിരിക്കും. ബ്ലാക്ക് വയർ ന്യൂട്രലിന് യൂസ് ചെയ്യും. ഫേസ് വയർ റെഡ്, യെല്ലോ, ബ്ലൂ. സാധാരണ ഫേസിന് ഉപയോഗിക്കുന്ന, ഫേസിന് ഒരു മാർക്കിങ് കൊടുക്കുന്നത് നല്ലതാണ്. ഒരൊറ്റ മാർക്കിങ് ഇലക്ട്രീഷ്യൻ നൈഫ് ഉപയോഗിച്ചിട്ട്. അത് 1.5-ൻ്റെ വയറാവാം, 2.5 ആവാം, 4 mm ആവാം. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഫേസ്, എർത്ത്, പിന്നെ ഇൻവെർട്ടർ ഫേസ്. ഇത് സ്വിച്ച് ഡമ്മിയാണ്. അതിൻ്റെ അകത്തൊരു സ്വിച്ച് ഡമ്മി കാണിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും അടിഭാഗത്തുള്ള കണക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 സ്വിച്ച്, 2 1 വേ സ്വിച്ച്, ഇതുപോലെ 2 1 വേ സ്വിച്ച്. 1 വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തായിട്ട് ഫേസ് കൊടുക്കുക, ലൂപ്പ് ചെയ്ത് കൊടുക്കുക, വയറിട്ട് തന്നെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് 2 ഔട്ട് വയർ, ലീഡ് വയർ, ബൾബിൻ്റെ LED ലൈറ്റിൻ്റെ 2 ലൈറ്റ് പോയിൻ്റ്. ഇത്രയാണ് താഴത്തെ കണക്ഷൻ എന്ന് പറയുന്നത്, നോർമൽ ഫേസിൽ വർക്ക് ചെയ്യുന്ന കണക്ഷൻ. ഇനി മുകളിലത്തെ എന്താണെന്ന് നോക്കാം. അത് സ്വിച്ച് ഡമ്മി, താഴെ ഒരു സ്വിച്ച് ഡമ്മി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 12 മോഡുലാറിൻ്റെ ആ പ്ലേറ്റും സ്വിച്ചസും ഒക്കെയാണ്. അതിൻ്റെ താഴ്വശത്തെ കണക്ഷനാണ് ഈ കാണിക്കുന്നത്. ഫേസ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് അതുവഴി കയറി വലതുവശം, 5 പിൻ സോക്കറ്റിൻ്റെ വലതുവശത്ത് ഫേസ് വരണം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ L1 L2 ഗ്ലോ ആവും, ലൈറ്റ് കത്തും. ഇനി അതിൻ്റെ ടോപ്പ് വശത്തിൽ ഒരു സോക്കറ്റ് ടൈപ്പ് ഫാൻ ഡിമ്മറുണ്ട്. സാധാരണ ഫാൻ ഡിമ്മർ എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ടൈപ്പ് സ്വിച്ച് ടൈപ്പും ഉണ്ട്. 2 ഡമ്മി. ഇൻവെർട്ടർ ഫേസ് ഈസ് ഗിവൺ ടു ഫാൻ ആൻഡ് ലൈറ്റ്. ഒരു ലൈറ്റും ഒരു ഫാനും ഇൻവെർട്ടർ ഫേസ്. അത് നോർമൽ ഫേസുമായിട്ട് കണക്ട് ചെയ്യരുത്, മിക്സ് ചെയ്യാൻ പാടില്ല. ഫാനിൻ്റെ മുകളിൽ ഇങ്ങനെ 2 വയർ നമുക്ക് കാണാൻ പറ്റും. അതിൽ 1 വയർ നേരെ കൊണ്ടുവന്ന്, ഇത് സോക്കറ്റ് ടൈപ്പ് ഫാൻ റെഗുലേറ്ററാണ്. അതായത് 2 സ്വിച്ചിൻ്റെ സാധനം പോകും. സ്വിച്ച് ടൈപ്പും ഉണ്ട്. ഒരു സ്വിച്ചിൻ്റെ വീതിയെ കാണത്തുള്ളൂ. അതിൽ 1 വയർ നേരെ കൊണ്ടുവന്ന് സ്വിച്ചിൻ്റെ മുകളിൽ, 1 വയർ നേരെ ഫാനിൻ്റെ ലീഡ് വയർ. ഈ ഫാനിൻ്റെ ലീഡ് വയർ ഏതെങ്കിലും ഒരു കളറങ്ങ് ഉപയോഗിക്കുക. യെല്ലോ കളർ ഉപയോഗിച്ചാൽ വളരെ നല്ലത്. എല്ലാ റൂമിൻ്റെയും ഫാനിൻ്റെ ലീഡ് വയർ യെല്ലോ. എന്നിട്ടൊരു ലൈറ്റ്, ഇത് ഇൻവെർട്ടർ ഫേസാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലൈറ്റും ഇൻവെർട്ടറിൽ കൊടുക്കുക. ഒരു ബെഡ്റൂമിനകത്ത് ഉള്ള കണക്ഷൻ, ബെഡ്റൂമിലായാലും ഹാളിലായാലും
1.5 mm വയർ. സർക്യൂട്ടിൻ്റെ സാധാരണ 1.5 mm, 2.5 mm, 4 mm. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ന്യൂട്രലിൻ്റെ ഒരു വയർ, ന്യൂട്രലിന് ബ്ലാക്ക് വയർ യൂസ് ചെയ്യുക, ഫേസ് റെഡ്, യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ വയർ യൂസ് ചെയ്യുക, ഫേസിന് ഒരു മാർക്കിംഗ് കൊടുക്കുക, ന്യൂട്രലിന് പ്രത്യേകിച്ച് മാർക്കിംഗ് വേണ്ട, എർത്തിന് ഗ്രീൻ വയർ യൂസ് ചെയ്യുക, ഇൻവെർട്ടർ ഫേസിന് ഒരു 3 മാർക്കിങ്ങും കൊടുത്തേക്കുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളർ ഉപയോഗിക്കുക. ഇത് ടോട്ടൽ ആയിട്ടുള്ള നമ്മൾ ഇത്രയും നേരം വരച്ചതിൻ്റെ കണക്ഷനും കാര്യങ്ങളുമാണ്. ഇത്രയും ഒരു 12 മോഡുലാർ ബോക്സിൻ്റെ അകത്തെ കണക്ഷനും കാര്യങ്ങളും. ഇതുപോലെ തന്നെ ഏത് വന്നാലും 8 വന്നാലും 4 വന്നാലും 6 വന്നാലും എല്ലാം ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ.